വൈക്കം മുഹമ്മദ് ബഷീർ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ തെക്കേനട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് ശ്രീ P. മനോജിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ബഷീർ കഥാപാത്രമായ പാത്തുമ്മയുടെ മകൾ ഖദീജ വിശിഷ്ട അതിഥിയായി. ബഷീറിൻ്റെ അക്ഷരങ്ങളിലൂടെ മാത്രം അറിഞ്ഞ ഖദീജയെ നേരിൽ കണ്ടതിൻ്റെ കൗതുകവും ആവേശവും കുട്ടികളിൽ ഉണ്ടായി. യോഗത്തിൽ ഖദീജയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മുഖ്യ അതിഥി ഖദീജയ്ക്കായി പാത്തുമ്മയുടെ ആടിലെ ഒരു സന്ദർഭം കുട്ടികൾ രംഗത്ത് അവതരിപ്പിച്ചു. ബഷീറിനോട് ഖദീജ പരമരഹസ്യമായി കമ്മൽ ചോദിച്ച രംഗം അഭിനയിക്കുകയും ആ കമ്മൽ ഖദീജയ്ക്ക് ബഷീർ നൽകുകയും ചെയ്തതിൻ്റെ ദൃശ്യാവിഷ്കാരം കുട്ടികൾ വേദിയിൽ അവതരിപ്പിച്ചു. ഇത് തൻ്റെ ആദ്യ അനുഭവമാണെന്ന സന്തോഷവും ഖദീജ വേദിയിലുള്ളവരോട് പങ്കുവച്ചു. ബഷീർ വീട് വിട്ട് പുറത്തു പോയി 10-11 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും എല്ലാ ദിവസവും രാത്രിയും ബഷീറിന്റെ അമ്മ ബഷീറിന് ഭക്ഷണം കഴിച്ച് മൂടി വെച്ച് വിളക്ക് കത്തിച്ച് വെക്കുമായിരുന്നു. 11 വർഷം അത് അങ്ങനെ വെച്ചോണ്ടിരുന്നു. 11ാമത്തെ വർഷം രാത്രി വരുമ്പോൾ ബഷീറിന് ഭക്ഷണം ഇരിക്കുന്നത് ബഷീർ ചോദിച്ചു, ഉമ്മ ഞാനിന്ന് വരുമെന്ന് ഉമ്മ എങ്ങനെ അറിഞ്ഞെന്നാണ് ചോദിച്ചത്. അപ്പൊ ബഷീറിനോട് പറഞ്ഞു, ഞാൻ നീ പോയ അന്ന് തുടങ്ങി ഈ ഭക്ഷണം കാത്തു വെച്ചോണ്ടിരിക്കുന്നു. ആ അമ്മേനാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും തല്ലിക്കൊല്ലണതും എല്ലാ കാര്യങ്ങളും ചെയ്യണത്. അതുകൊണ്ട് അതൊന്നും ചെയ്യരുത്. അതൊക്കെ എനിക്ക് പറയാനുണ്ട്. വായിക്കണം, വായിച്ച് വളരണം, എല്ലാവരും നല്ല രീതിയിൽ വലുതായി പഠിച്ച് നല്ല ലെവലിലൊക്കെ വരണം. ശേഷം ബഷീറിന്റെ നായകന്മാർ ഓരോരുത്തരായി രംഗത്തെത്തി. വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികളും ഖദീജയെ അടുത്തു കാണുകയും സംവദിക്കുകയും ചെയ്തു. ബഷീറിന്റെ മക്കളോടൊപ്പം ഇനിയും എത്താമെന്ന് പറഞ്ഞാണ് ഖദീജ ബഷീർ അനുസ്മരണ വേദിയിൽ നിന്നും മടങ്ങിയത്. ബഷീർ അനുസ്മരണ യോഗത്തിൽ അധ്യാപികയായ മൃദുല, സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി നിഷ TR, സ്കൂൾ ഹെഡ് മിസ്റ്റർ ശ്രീമതി സിനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നൊരു വലിയൊരു മുഹൂർത്തമാണ്. കാരണം ലോകം അറിയപ്പെടുന്ന ഒരു കഥാപാത്രത്തെയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് ഈ ലോകം മുഴുവൻ അറിയുന്നതാണ്. അപ്പോൾ ആ ഒരു കഥാപാത്രത്തെ ഇവിടെ കൊണ്ടുവരുന്നു എന്ന് കേട്ടപ്പോൾ എല്ലാവരും ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ ഒരു വിശ്വസാഹിത്യകാരനാണ് അല്ലേ? വിശ്വസാഹിത്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? മുഴുവൻ മാനവരാശിയെയും ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ അവതരിപ്പിക്കുകയും അത് ഏറ്റവും ലളിതമായ രീതിയിൽ വളരെ നർമ്മം കലർത്തി വലിയ വലിയ കാര്യങ്ങൾ, സത്യങ്ങൾ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സാഹിത്യകാരനാണ്. നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ വൈക്കം മുഹമ്മദ് ബഷീർ എന്നൊക്കെ. ഞാൻ കുട്ടിക്കാലത്ത് വളരെ സ്നേഹത്തോടെ ഓർത്തിരുന്ന ആ പേര്. വൈക്കം മുഹമ്മദ് ബഷീർ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും ലോകം നിറഞ്ഞു നിൽക്കുന്ന
ഒരു സാഹിത്യകാരൻ ആണെന്ന് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അദ്ദേഹം നമ്മുടെ ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിരുന്നു. എല്ലാ യോഗങ്ങളിലും നമ്മളിത് പറയാറുള്ളതാണ്. നമ്മുടെ സ്കൂളിൻ്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് തന്നെ നമ്മൾ എല്ലാ വേദികളിലും അഭിമാനത്തോടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ശ്രീ ബഷീർ ഈ സ്കൂളിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു എന്നത്. വിഷൻ ന്യൂസ് വൈക്കം.